നമസ്കാരമുണ്ടേ. ഇന്ന് ഞായറാഴ്ചയാണ്ട് ഒരു സൺഡേ ഫീലാ. നമുക്കൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. ചൂടായി വന്ന പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടുക. അതൊന്ന് മൂത്ത് വരുമ്പം അതിനകത്തോട്ട് കുറച്ച് സവോള കുനുകുനാന്നരിഞ്ഞത് ഇടുക. കൂടെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചപ്പ് മണം മാറി വരുമ്പോൾ അതിനകത്തോട്ടൊരു പച്ചമുളക്, ഒരു 2 കഷ്ണം പച്ചമുളക് ഇടുക. ഇത്ര ഐറ്റംസ് കൂടെ നല്ല മൂത്ത് പരുവായി വരുമ്പോൾ അതിനകത്തോട്ട് ലേശം മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇടുക. ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർക്കുക. പിന്നെ ഇതിന് ഇച്ചിരി കളറൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം കേട്ടോ. അത് ഇച്ചിരി കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ശകലം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ആ പൊടികളുടെയൊക്കെ പച്ചപ്പ് മണം പോകുന്നിടം വരെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിനകത്തോട്ട് തക്കാളി ഇതുപോലെ കുനുകുനാന്നരിഞ്ഞ തക്കാളി അതിനകത്തോട്ട് ചേർക്കുക. എന്നിട്ട് കുറച്ച് നേരം മൂടി വെച്ചേക്കുക. മൂടി വെച്ച് നമ്മൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് ഇതുപോലെ ഇരിക്കും. ഇത് പാകമായി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കൂന്തൽ, അവനായിട്ടില്ലേ കറി ഉണ്ടാകത്തില്ല, അതുകൊണ്ട് അതിനെയും കൂടെ ഇടുക. നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉമാരെയും അതിനകത്തോട്ട് യോജിപ്പിച്ച് ഒന്നിപ്പിച്ച് അങ്ങോട്ട് വേവിക്കണം. ഒരു കാര്യം പ്രത്യേകം മറക്കാതിരിക്കണം, ഉപ്പിടണം കേട്ടോ. ഉപ്പാണ് ഇതിൻ്റെ എല്ലാം മെയിൻ. കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇപ്പോൾ അത് മറന്നു പോയേരെ. എന്നിട്ടൊരു അടപ്പെടുത്ത് അങ്ങോട്ട് മൂടി വെക്കുക ഒരു 10 മിനിറ്റ്. സത്യം പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് വരെ ഞാൻ ശുദ്ധ വെജിറ്റേറിയൻ ആയിരുന്നു കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് മീനൊക്കെ കൂട്ടാൻ തുടങ്ങിയത് തന്നെ. ഈ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കരുത്. അതിനകത്ത് വെള്ളം തന്നെ കടന്നത് വറ്റി ഇതുപോലെ ആയിക്കോളും. പിന്നെ ഈ വേവിന് കഴിക്കുന്നവരുണ്ട്. നമുക്ക് ഇച്ചിരി കൂടെ മൊരിഞ്ഞ് കിട്ടുന്ന ഇഷ്ടം. അപ്പോൾ നമ്മളത് തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടെ ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് തീയൊക്കെ ഇച്ചിരി മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഇച്ചിരി കൂടെ കൂട്ടി കരിഞ്ഞു പോകാതെ നോക്കണേ. എന്നിട്ട് നല്ല മൂപ്പിച്ച് ഇതുപോലെ മുരിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങളും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണേ.